ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റെറ്റിനോൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിന്റെ ഫുൾ ഗൈഡൻസിനെ പറ്റിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ ഫുൾ കാണാൻ. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പം വീഡിയോയിലോട്ട് എടുക്കാം. ഫസ്റ്റ് ഗൈഡൻസ് എന്ന് വെച്ചാൽ റെറ്റിനോൾ നമ്മളൊരു 25 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അതായത് mid-20s ആൾക്കാർക്ക് ആവശ്യമുള്ള. അതും നിങ്ങളുടെ സ്കിന്നിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വന്നു തുടങ്ങി, ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങി എന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റെറ്റിനോൾ യൂസ് ചെയ്യാം. ഇതൊരു ആന്റി ഏജിങ് ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. അതല്ല 25 വയസ്സായിട്ട് നിങ്ങളുടെ സ്കിൻ നോർമൽ ആയിട്ടൊക്കെ ഇരിക്കുകയാണ്, വലിയ ഫൈൻ ലൈൻസ് റിങ്കിൾസിന്റെ അപ്പിയറൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട. അതിന് നമുക്ക് വേറെ ഇൻഗ്രീഡിയന്റ് ആണുള്ളത്, അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നിങ്ങളുടെ ഫേസിൽ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്, അതല്ല നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിൻ ആണ്, നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് അതിന്റെ കൂടെ 25 വയസ്സിന് മുകളിൽ റെറ്റിനോൾ യൂസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ട്, എന്തുകൊണ്ട് നമുക്ക് അതിന് മുന്നേ റെറ്റിനോൾ യൂസ് ചെയ്യണ്ട എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നിന്റെ കൊളാജൻ ബ്രേക്ക് ഡൗൺ ആകുമ്പോഴാണ് നമ്മുടെ സ്കിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് വരുന്നത്. 25 വയസ്സിന് മുന്നേ നമുക്ക് അത് അധികം അങ്ങനെ കൊളാജൻ ഡെഫിഷ്യൻസി ബ്രേക്ക് ഡൗൺ അങ്ങനെ വരാറില്ല. അതുകൊണ്ടാണ് നമ്മൾ 25 വയസ്സിന് മുന്നേ യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നത്. അഥവാ നിങ്ങൾക്ക് 25 പ്രിമച്വർ ആയിട്ട് ഫൈൻ ലൈൻസും റിങ്കിൾസും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷനിൽ ട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ക്രീം യൂസ് ചെയ്യുന്നതായിരിക്കും. അതല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ആന്റി ഏജിങ് റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതൊന്ന്. ഇനി നിങ്ങൾ ചില ആൾക്കാർക്ക്, എല്ലാവർക്കും റെറ്റിനോൾ എപ്പോഴും സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. സെൻസിറ്റീവ് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കും ഒക്കെ പറ്റുന്ന വേറെ ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ ഇൻഗ്രീഡിയൻ്റ് ഏതെന്ന് വെച്ചാൽ അത് പെപ്റ്റൈഡ്സ് ആണ്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. അതല്ല, നിങ്ങൾക്ക് റെറ്റിനോൾ യൂസ് ചെയ്യാമെന്ന് 100% ഉറപ്പുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസും വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ്, 25 വയസ്സിന് മുകളിലാണ്, ഓയിലി സ്കിൻ ആണ്, ആക്നെ പ്രോൺ ഉണ്ട്, അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം കാണാം. ഇതിനകത്ത് നമ്മൾ റെക്കമെൻഡേഷനെ പറ്റി പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് റെറ്റിനോൾ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, വീക്കിലി എത്ര ടൈം യൂസ് ചെയ്യണം, അപ്പൊ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ സ്കിൻ കെയർ റൊട്ടീൻ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ മൊത്തത്തിൽ പറയുന്നത്. റെറ്റിനോൾ എന്ന് പറയുന്നത് വിറ്റാമിൻ എയുടെ അണ്ടറിൽ വരുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് ഒരുപാട് പേരിൽ ഈ റെറ്റിനോൾസ് അറിയപ്പെടും. റെറ്റിനോയിൻ ഉണ്ട് ഏറ്റവും എക്സസീവ് ആയിട്ടുള്ളപ്പോൾ ഇത് നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. രണ്ട്, നമ്മൾ റെറ്റിനാൾഡിഹൈഡ്, റെറ്റിനോയിഡ്സ്, ഇങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നു. നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന റെറ്റിനോൾ എന്ന് പറയുന്ന പേരിലാണ്. ചിലപ്പോൾ അതിനകത്ത് ഈ റെറ്റിനോൾസിനകത്ത് തന്നെ ഇൻഗ്രീഡിയൻ ലിസ്റ്റിൽ റെറ്റിനാളിനും റെറ്റിനാൾഡിഹൈഡും ഒക്കെ കാണും. ഓക്കെ, അതിപ്പോ നമ്മൾ അത്രയും ഡീപ്പായിട്ട് പോണ്ട. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ ഇത് നമ്മൾ 25 വയസ്സിന് മുകളിൽ യൂസ് ചെയ്യുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. റെറ്റിനോൾസ് അല്ലെങ്കിൽ റെറ്റിനാൾസ്, ട്രെറ്റിനോയിൻ, ഇതെല്ലാം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ടത് നൈറ്റിലാണ്. കാരണം ഇതിനൊരു ചെറിയ രീതിയിൽ നമ്മുടെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന, റെറ്റിനോൾസ് വെച്ചാൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഇതിന് ഹെൽപ്പ് ചെയ്യും. അതായത് നമ്മുടെ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ട് റെറ്റിനോളിന് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സണ്ണിന്റെ പ്രസൻസിൽ എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് അധികം യൂസ് ചെയ്യാത്തതാണ് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഹീലിംഗ് പ്രോസസ്സ് കൂടെ നടക്കണ്ടേ. അതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റിലാണ് റെറ്റിനോൾസ് അധികമായിട്ടും യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഒരാഴ്ചയിൽ നമുക്ക് 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസം നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആഴ്ചയിൽ 3 ദിവസമൊക്കെ മതി റെറ്റിനോൾസിന്റെ ഉപയോഗം. അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് റെറ്റിനോൾസ് നമുക്ക് സ്കിന്നിൽ എടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോൾ കുറെ ഇൻഗ്രീഡിയൻസ് അതിന്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതിനകത്തൊന്നാണ് സാലിസിലിക് ആസിഡ് സിറം, രണ്ടാമത്തെ ഗ്ലൈക്കോളിക് ആസിഡ് സിറം, പിന്നെ മൂന്നാമത്തെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന വിറ്റാമിൻ സി സിറം, അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ്, പിന്നെ നിങ്ങൾ AHA BHA എന്ന് പറയുന്ന ടോണേഴ്സ്, അതല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള സിറംസ്. ഈ AHA BHA എന്ന് പറയുന്നത് നമ്മുടെ സാലിസിലിക് ആസിഡ്, AHA എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡും ആണ്. BHA എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയും കൂടെ ചിലപ്പോൾ നമ്മൾ AHA BHA എന്ന ടോണേഴ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അറിയാതെ യൂസ് ചെയ്യുന്നത്. ഈ സാധനങ്ങളുടെ ടോണേഴ്സ്, സിറംസ്, മോയ്സ്ചറൈസേഴ്സ് ഒരിക്കലും നമ്മൾ റെറ്റിനോൾസിന്റെ കൂടെ യൂസ് ചെയ്യാറില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, ഓൾറെഡി ഞാൻ പറഞ്ഞു, റെറ്റിനോൾ എന്ന് പറയുന്നത് ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയന്റ് ആണ്. അത് നമ്മൾ അടുത്ത ഈ AHA BHA ആയിട്ടുള്ള സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഓൾറെഡി എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ രണ്ട് എക്സ്ഫോളിയേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുക, നമ്മുടെ സ്കിന്നിൽ ഓവർ എക്സ്ഫോളിയേഷൻ നടക്കുകയും സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും ചെയ്യും. അടുത്ത വിറ്റാമിൻ സി റെറ്റിനോളും ബേസിക്കലി നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ വിറ്റാമിൻ സി റെറ്റിനോളിന്റെ പ്രസൻസിൽ പെട്ടെന്ന് നശിച്ചു പോകും.
അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു ബോട്ടിൽ ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരേ കമ്പനിക്കാർ അതനുസരിച്ച് ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മളെടുത്ത് പറയും നിങ്ങൾക്ക് ഈ വിറ്റാമിൻ സി റെറ്റിനോളിന്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത ഒരു വിറ്റാമിൻ സി ടോണേഴ്സോ മോയിസ്ചറൈസർ പ്രസന്റ് ഇപ്പൊ നമ്മുടെ ഇന്ത്യനിൽ നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു വിറ്റാമിൻ സി നമ്മൾ പൊതുവെ റെറ്റിനോൾസിന്റെ കൂടെ യൂസ് ചെയ്യാറില്ല. കാരണം അത് നശിച്ചു പോകുമ്പോഴത്തേക്ക് ആ ഒരു കോമ്പൗണ്ട് നമ്മൾ ഫേസിലിടുമ്പോഴും സ്കിന്നിൽ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഉപയോഗിച്ച് കൂടാതെ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഉപയോഗിച്ചാൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഏതൊക്കെയാന്ന് നോക്കാം. റെറ്റിനോളിന്റെ കൂടെ നമുക്ക് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാം. റെറ്റിനോൾസ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഹൈലറോണിക് ആസിഡ് പോലെയുള്ളത്, നയാസിനമൈഡ് പോലെയുള്ളത്, എസ്പെഷ്യലി നിങ്ങളുടെ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണ്, ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ റെറ്റിനോളും നയാസിനമൈഡും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഉണ്ടെങ്കിൽ റെറ്റിനോളിന്റെ കൂടെ നിങ്ങൾ പെപ്റ്റൈഡ്സും കൂടെ യൂസ് ചെയ്താൽ അതും ബോംബായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കാരണം പെപ്റ്റൈഡ്സ് നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, സ്കിന്നിനെ ഒന്ന് കാം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മുടെ ഈ ഒരു റെറ്റിനോൾസും നമുക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. കോജിക് ആസിഡ്, ആൽഫാർബിറ്റിൻ, അസിലിക് ആസിഡ്, ട്രാൻഎക്സാമിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ, അതുപോലെ ഒലിഗോപെപ്റ്റൈഡ്, ഇതെല്ലാം നമുക്ക് റെറ്റിനോൾസിന്റെ കൂടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഉപയോഗിച്ചാൽ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ അടുത്തത് നമ്മുടെ പിന്നെ ചോദിക്കാൻ പാടുന്നത് നമ്മുടെ സ്നെയിൽ മ്യൂസിൻ അല്ലെങ്കിൽ വീക്കെൻഡ് മ്യൂസിൻ, ഇതൊക്കെ റെറ്റിനോൾസിന്റെ കൂടെ യൂസ് ചെയ്യാമോ എന്നാണ്. ഡെഫിനറ്റ്ലി റെറ്റിനോൾസിന്റെ കൂടെ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. റെറ്റിനോൾ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡ്രൈ ആക്കും, എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം സ്കിന്നിൽ ഹൈഡ്രേഷൻ കൊടുക്കുന്നു അത്രത്തോളം ബെസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റെറ്റിനോൾ നൈറ്റിലാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ സ്കിൻ എങ്ങനെയാണ് നമ്മൾ റെറ്റിനോൾ ഉപയോഗിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ നമുക്ക് റെറ്റിനോൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മുടെ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാം. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് വാഷ് ചെയ്ത് ടവൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു എമൗണ്ട്, എത്ര എമൗണ്ട് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം, അത്ര എമൗണ്ട് റെറ്റിനോൾ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഹൈഡ്രേറ്റിംഗ് ടോണറോ അതല്ലെങ്കിൽ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസറോ ഇട്ടതിന് ശേഷം റെറ്റിനോൾ ഇടുക. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യും. ഈ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് റെറ്റിനോളും കുറച്ച് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ റെറ്റിനോൾ പേർജിങ് എന്ന് പറയുന്നത്. നമ്മളെ റെറ്റിനോളിൽ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ റെറ്റിനോൾ ഈ സ്കിൻ ഇറിറ്റേറ്റ് ആയിരിക്കും, ഒരുപാട് മോക്കുരുകൾ സ്കിന്നിൽ വരാനുള്ള ചാൻസ് കൂടുതലുണ്ടാക്കും. അത് കാരണമാണ് നമ്മൾ റെറ്റിനോൾ സാൻഡ്വിച്ച് മെത്തേഡിൽ യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇറിറ്റേഷന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും സാൻഡ്വിച്ച് മെത്തേഡ് നല്ലത് ബിഗിനേഴ്സിനാണ്. ആദ്യത്തെ 3 to 4 വീക്സിൽ നിങ്ങൾ സാൻഡ്വിച്ച് മെത്തേഡ് റെറ്റിനോൾ യൂസ് ചെയ്താൽ അതൊരു ബെനിഫിറ്റ് ആയിട്ട് വരും. ഇനി നമ്മൾ റെറ്റിനോൾ പേർജിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റെറ്റിനോളിന്റെ ഉപയോഗം നിർത്തണോ? വേണ്ട. റെറ്റിനോൾ പേർജിങ് വന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റെറ്റിനോളിന്റെ ഉപയോഗം നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കണ്ടിന്യൂസ് തന്നെ യൂസ് ചെയ്യാം പേർജിങ് ഉള്ളപ്പോൾ തന്നെ. അപ്പോഴത്തേക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ഹീൽ ആവുകയും ചെയ്യും. പർജിങ് വന്നു എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ചില ആൾക്കാർ പേർജിങ്ങും പിമ്പിൾസും തമ്മിൽ തെറ്റിദ്ധരിക്കും. എന്താണ് പേർജിങ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മോക്കുരുകളായിരിക്കും, പക്ഷെ അത് റെഡിഷ്നെസ്സോ ഇറിറ്റേറ്റിങ്ങോ ഇച്ചിനെസ്സോ പിന്നെ തുടം പെയിനോ ഒന്നും ഉണ്ടാവില്ല. ഇതല്ല നിങ്ങൾക്ക് ഇറിറ്റേഷനോ പിന്നെ റെഡിഷ്നെസ് പെയിന് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പിമ്പിൾസ് ആണ്. അങ്ങനത്തെ സാധനം വരുന്നെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്കിന്നിൽ അലർജി വന്നുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റെറ്റിനോൾസ് നിർത്തുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നിങ്ങൾ റെറ്റിനോൾ ഉൾപ്പെടെ എന്ത് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചാലും അതൊരു 24 hours മുന്നേ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. മിനിമം 2 hours മുന്നെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ചെവിയുടെ ബേക്കിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ കൈയുടെ ഈ 2 ഭാഗത്തിൽ എവിടെയെങ്കിലോ ഒന്ന് തേച്ച് വെക്കാം. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇറിറ്റേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരും, കാരണം ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കണം എന്നില്ല. ചില ആൾക്കാർക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ അലർജി വന്നു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാർക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈലി ബീബറിന്റെ റോഡിന്റെ പെപ്റ്റൈഡ് ലിപ് ബാം ഭയങ്കര ഫേമസ് ആണ്. പെപ്റ്റൈഡ് ലിപ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. കുറച്ച് പേരെങ്കിലും അതിന്റെ കോൺട്രവേഴ്സി കേട്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് ഒരുപാട് നട്ട്സ് ഉണ്ട്. അപ്പൊ നമ്മൾ കേൾക്കാത്ത ടൈപ്പ് നട്ട്സ് വരെ അവർ അതിനകത്ത് ഇൻഗ്രീഡിയന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല നട്ട്സ് ഒക്കെ തന്നെയായിരുന്നു. സംഭവം പൊളി ലിപ് ബാമും ആയിരുന്നു. പക്ഷേ ഈ നട്ട് അലർജി ഉള്ള ആൾക്കാർ ഇത് ഉപയോഗിച്ചപ്പോഴത്തേക്ക് അവർക്ക് പെട്ടെന്ന് അലർജി വരാനായിട്ട് തുടങ്ങി. ഓവറായിട്ട് വന്നില്ലെങ്കിലും, അതായത് തൊണ്ട അടയുന്നത് പോലെ ഈ ചില അനാഫിലാറ്റിക് ഷോക്ക്, അതായത് നമ്മുടെ തൊണ്ട കംപ്ലീറ്റ് അടയും, കണ്ണൊക്കെ ഭയങ്കരമായിട്ട് സ്വെല്ലാം, അത്രയും എക്സസീവ് ആയിട്ട് വന്നില്ലെങ്കിലും ഇച്ചിനും ചെറുതായിട്ടൊക്കെ കണ്ണൊക്കെ
സ്വെല്ലിങ്ങും ആൾക്കാർക്ക് വന്നു. അപ്പൊ അത്രയും നമ്മൾ മനസ്സ് വരാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ അതിന് മുന്നേ പാച്ച് ടെസ്റ്റ് നടത്തണം എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനത്തെ വലിയ അലർജി പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാല്ല, സ്റ്റിൽ സേഫ്റ്റി നമ്മൾ എപ്പോഴും എടുക്കണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. റെറ്റിനോള് എത്ര ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്യാം? റെറ്റിനോൾ എപ്പോഴും നമ്മൾ പീ സൈസ്ഡ് ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്താൽ മതി. കാരണം റെറ്റിനോൾ കുറച്ച് ഒരുപാട് ലോങ് റൂട്ടിൽ പോകുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ പീ സൈസ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ പീല് അതിന്റെ ഒരു സൈസിൽ മാത്രം റെറ്റിനോൾ നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അത് മാത്രമല്ല, എവിടെയാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കണ്ണിന്റെ എവിടെയൊക്കെയാണ് ഫൈൻ ലൈൻസ് റിങ്കിൾസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് കണ്ണിന്റെ അങ്ങോട്ട് പോകണ്ട, നിങ്ങളുടെ ഈ ഒരു ഭാഗത്തോ അതല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയിലോ അപ്ലൈ ചെയ്തിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ ആ പീ സൈസ് നിങ്ങളുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് എടുത്തിട്ട് ഡോട്ട് ആയിട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒന്ന് ഡാബ് ചെയ്ത് വിടുന്നതാണ് നല്ലത്. റെറ്റിനോൾ ഒരിക്കലും സ്കിന്നിൽ മസാജ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെ എന്തുകൊണ്ട് ഡ്രൈ സ്കിന്നിൽ നമ്മൾ റെറ്റിനോൾ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നു, ടവൽ ഡ്രൈ സ്കിന്നിൽ റെറ്റിനോൾ അപ്ലൈ ചെയ്യാൻ പറയുന്നു എന്ന് വെച്ചാൽ, നമുക്ക് വെള്ളത്തിന്റെ പ്രസൻസ് നമ്മളൊരു ഇൻഗ്രീഡിയന്റ് സ്കിന്നിലോട്ട് കൊടുക്കും, അത് എക്സസീവ് ആയിട്ട് സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യും, അത് ഇറിറ്റേഷൻസ് കൂട്ടാനായിട്ട് ഇറിറ്റേഷൻ കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ചും റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ടാണ് സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, പ്രത്യേകിച്ചും എക്സ്ഫോളിയേറ്റിംഗ് ഫാക്ടേഴ്സുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ക്ലീൻ ടവൽ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറയുന്നത്. ഇത് വീക്കിലി 3 പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്താലും മതി, അത് നൈറ്റിൽ. നിങ്ങൾക്ക് സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്കിൻ വൈറ്റനിങ് ക്രീംസോ അതല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആയി ഒരുപാട് ആക്നെയൊക്കെ മുഖത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടറിനെ കാണാതെ അതല്ലെങ്കിൽ സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യാതെ റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസ് സ്കിന്നിൽ യൂസ് ചെയ്യരുത്. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞ റെറ്റിനോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സ്കിൻ പെട്ടെന്ന് ഇറിറ്റേറ്റ് ആക്കുന്ന ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നമ്മൾ നല്ലതിന് വേണ്ടി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജ് ആയിരിക്കുന്ന സമയത്തൊക്കെ റെറ്റിനോൾ പോലെയുള്ള ഇൻഗ്രീഡിയൻസ്, അതും എക്സ്ഫോളിയേറ്റിംഗ്, ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് വെച്ചാൽ ഇതൊരു എക്സ്ഫോളിയേഷനും കൂടെ ഉള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആയതുകൊണ്ട് സ്കിന്നിൽ പെട്ടെന്ന് എക്സ്ഫോളിയേഷൻ നടക്കും. അപ്പോൾ ഓൾറെഡി സ്കിൻ ബാരിയർ നമ്മൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ റെറ്റിനോളും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല, അതിന് അഡ്വേഴ്സ് ആയിട്ട്, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ റെറ്റിനോൾസ് അവോയ്ഡ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പ്രഗ്നന്റോ അതുപോലെ ലാക്ടേറ്റിംഗോ ആണെങ്കിൽ റെറ്റിനോൾസ് മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് നമ്മൾ വിറ്റാമിൻ എ ഉള്ള ക്യാപ്സ്യൂൾസ് ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത് യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ റെറ്റിനോൾസ് പ്രഗ്നൻസിയുടെ സമയത്ത് അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത്, നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും ഗ്ലൈക്കോളിക് ആസിഡും ലാക്ടിക് ആസിഡും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ മാക്സിമം റെറ്റിനോൾസ് അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റിൽ നിങ്ങൾ വീക്കിലി 1 or 2 ആയിട്ടെങ്കിലും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്ത് ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ യൂസ് ചെയ്യാം. വീണ്ടും ഒരു 4 ദിവസത്തെ ഗ്യാപ്പ് എടുത്ത് യൂസ് ചെയ്യാം. അപ്പൊ ഒരു 3 ആയല്ലോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങൾ പതുക്കെ നിങ്ങളുടെ റെറ്റിനോൾ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അല്ലാണ്ട് ആദ്യത്തെ ആഴ്ചന് 7 ദിവസം ഉണ്ട്, 4 ദിവസം ഞാൻ റെറ്റിനോൾ യൂസ് ചെയ്തില്ല, ബാക്കി 3 ദിവസം റെറ്റിനോൾ യൂസ് ചെയ്തു, അങ്ങനെ ചെയ്യാത്തതാണ് ബെസ്റ്റ്. കാരണം നമ്മൾ സ്കിന്നിൽ നിന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ അഡാപ്റ്റ് ചെയ്യുന്നതിനായിട്ട് സമയം കൊടുക്കുന്നത് എപ്പോഴും ബെസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വേണം റെറ്റിനോൾ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാൻ, എസ്പെഷ്യലി ഇന്ത്യൻ സ്കിൻകാർ അല്ലെങ്കിൽ സ്കിൻ ഓഫ് കളറുള്ള ആൾക്കാർ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ സ്കിൻ കെയറിന്റെ സ്റ്റഡീസും ഒക്കെ പ്രസന്റ്ലി നമ്മൾ ഇന്ത്യക്കാർ ഇപ്പൊ ഇന്ത്യൻ സ്കിന്നിൽ ബേസ് ചെയ്ത് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളായിട്ട് ഇത് നടത്തിക്കൊണ്ടിരുന്നത് വെസ്റ്റേൺ സ്റ്റാൻഡേർഡിന്റെ ബേസിലാണ്. അപ്പൊ അവർക്ക് പറ്റുന്ന ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അത്രയും കോൺസെൻട്രേഷനിൽ പറ്റണം എന്നില്ല. എക്സാമ്പിൾ നമ്മുടെ ഓർഡിനറിയുടെ 10% നയാസിനമൈഡ്, അവർ ഇറക്കിയത് തന്നെ 10% നയാസിനമൈഡ്, അന്നത്തെ കൾട്ട് ഫേവറേറ്റ് ആയിരുന്നു ആ നിയാസിനമൈഡ്. ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ഇന്ത്യയിലോട്ട് വന്നപ്പോൾ എല്ലാവർക്കും, എനിക്ക് എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറ്റി, പക്ഷെ എനിക്കറിയാവുന്ന കുറെ ആൾക്കാർക്ക് അത് യൂസ് ചെയ്തിട്ട് അവർക്ക് പറ്റിയില്ല. അതിന്റെ റീസൺ എന്തെന്ന് വെച്ചാൽ 10% നയാസിനമൈഡ് എല്ലാ ഇന്ത്യക്കാർക്കും യൂസ് ചെയ്യുമ്പോൾ പറ്റണം എന്നില്ല. കാരണം എനിക്ക് നല്ല റിസൾട്ട് വന്ന ഒരു സെറം ആയിരുന്നു അത്.
പക്ഷെ അവർ ഇതുവരെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഓൾറെഡി പല പല നയാസിനമൈഡ് 5% മോയിസ്ചറൈസറും അതും ഇതുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ സ്കിൻ പ്രിപ്പേർഡ് ആയിരുന്നു അത്രയും കോൺസെൻട്രേഷൻ നയാസിനമൈഡ് എടുക്കാനായിട്ട്. പക്ഷെ പിന്നെ ഞാൻ ട്രെറ്റിനോയിലും ഒക്കെ ഓൾറെഡി ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്കത് ഇഷ്യൂ ആയിട്ട് വന്നില്ല. പക്ഷെ ഒന്നും യൂസ് ചെയ്യാതെ ആദ്യമായിട്ട് നയാസിനമൈഡ് ആ 10% യൂസ് ചെയ്ത ആൾക്കാർക്ക് പേർജിങ് പണി കിട്ടി, പ്രത്യേകിച്ചും 2 നേരമൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൻ്റെ ഇറിറ്റേഷൻ ഇതൊക്കെ ഉള്ള റെറ്റിനോൾ പോലെയുള്ള സാധനം നമ്മൾ പതുക്കെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റെറ്റിനോൾസിന്റെ റെക്കമെൻഡേഷൻസ് നോക്കിയാൽ, ഞാൻ ഒരുപാട് റെറ്റിനോൾസിന്റെ ഫോർമുലേഷൻ നോക്കുന്ന ആളാണ്, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക് പറ്റിയത്, ഇന്ത്യൻ ബ്രാൻഡിന്റെ ബേസിലായിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയ ഒരു റെറ്റിനോളാണ് നമ്മുടെ ഡോക്ടർ ഷെയ്ത്തും ഡെർമക്കോയും നമ്മുടെ ഡോക്ടർ വിയും കൂടെ ചേർന്നിറക്കിയ ഒരു റെറ്റിനോളിന്റെ മോയിസ്ചറൈസർ. സൂപ്പർബാണ്. അത് ഞാൻ യൂസ് ചെയ്ത റിസൾട്ട് ആൾക്കാരിൽ കണ്ടു, നല്ല റിസൾട്ട് ഉള്ള സാധനം. അത് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരെണ്ണമാണ്. നമുക്ക് റിസൾട്ടും കിട്ടും. കാരണം ഒരു റെറ്റിനോൾ മോയിസ്ചറൈസർ എന്നുള്ള രീതിക്ക് വേണം അത് ഇറക്കുന്നതെങ്കിലും അതിൽ നമുക്ക് റിസൾട്ട് കിട്ടും. രണ്ടാമത്തെ നമ്മുടെ ഫോർമുല റെക്സിന്റെ റെറ്റിനോൾ, ആ ബഡ്ജറ്റിൽ അത്രയും നല്ല ഫോർമുലേഷനുള്ള റെറ്റിനോൾ നമുക്ക് കിട്ടില്ല. മൂന്നാമത്തത് നമ്മുടെ ഫോക്സ്ടെയിലിന്റെ റെറ്റിനോൾ. ഇത് സൂപ്പറാണ്. ഇതെന്റെ പേഴ്സണൽ ആയിട്ട് എന്റെ ഹസ്ബൻഡ് ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്, പുള്ളിക്കും ഭയങ്കര ഇഷ്ടമാണ്. നാലാമത് നമ്മുടെ ഓലയുടെ റെറ്റിനോളിന്റെ മോയിസ്ചറൈസർ. ഇതും നിങ്ങൾക്ക് ബിഗിനേഴ്സ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് റിക്കലിന്റെ. റിക്കലാണ് വൺ ഓഫ് ദി ഫസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി റെറ്റിനോൾ നമുക്ക് ഇറക്കിയത്. അപ്പൊ നമുക്ക് അതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അവരുടെ റെറ്റിനോളും ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം നിങ്ങൾ 25 ഏജിന് എബോ ഉള്ള ആളാണ്, നിങ്ങൾക്ക് ചെറുതായിട്ട് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി കണ്ണിന്റെ അടിയിൽ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് റെറ്റിനോൾ അണ്ടർ ക്രീം തന്നെ വാങ്ങിക്കണം എന്നില്ല. നിങ്ങളുടെ മോയിസ്ചറൈസർ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പ്രത്യേകിച്ച് അണ്ടറയിൽ നന്നായിട്ട് മോയിസ്ചറൈസർ ഒക്കെ ചെയ്തതിന് ശേഷം കുറച്ച് റെറ്റിനോൾ, എന്താ പറയുക, നമ്മളൊരു പിന്നിന്റെ ഡ്രോപ്പ് അത്രയും ചെറുതായിട്ട് റെറ്റിനോൾ എടുത്തിട്ട് നമ്മുടെ ആ കണ്ണിന്റെ അടിയിൽ ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ റെറ്റിനോൾ ആവശ്യത്തിന് കിട്ടും. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു അണ്ടർ ക്രീമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് ഈ ഒരു സംഭവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിക്കോഷൻസ് എപ്പോഴും എടുക്കുക, പ്രത്യേകിച്ചും പ്രഗ്നന്റോ ലാക്ടേറ്റിങ്ങോ ആണെങ്കിൽ. നമ്മൾ റെറ്റിനോളിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഒരുപാട് പേര് എനിക്ക് DMസിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ Q&Aയിൽ റെറ്റിനോൾ ആന്റി ഏജിങ് പറയുമ്പോഴും വീണ്ടും കുറെ സംശയങ്ങൾ വന്നിട്ടുണ്ട്, റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും റെറ്റിനോൾ ബേസ് ചെയ്തിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കണ്ട. റെക്കമെൻഡേഷൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റെറ്റിനോൾസിന്റെ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണം. നമുക്ക് Q&Aയിലോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ലോങ് വീഡിയോയിലോ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. ഇതുപോലെ റെറ്റിനോളിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.